confidence is not simply buying a machine and keeping. It is about using it with the correct form of procedures. നമ്മളൊരു ചുമ്മാ ഒരു മാനുവൽ ഓക്കെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, മാനുവൽ വാങ്ങിച്ചു, 1 2 3 1 2 3 ഇതൊക്കെ യൂസ് ചെയ്തതൊക്കെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല ആക്ച്വലി ആണ് നടക്കുന്നത്. സോ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. വി ആർ ഓൾ ഹ്യൂമൻസ്. നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്പെസിഫിക് സാധനം. ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടി എല്ലാം ഓട്ടോമേറ്റഡ് മോഡിലോട്ട് മാറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന റൂട്ടീൻസ് എല്ലാം അത് ഓട്ടോമേറ്റഡ് മെമ്മറിക്കകത്താണ് കിടക്കുന്നത്. അത് നമുക്കറിയാണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹാബിറ്റ്സ് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം, ഈവൻ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ക്യൂസ് ആക്കി വെച്ചേക്കാം. അപ്പം നമ്മൾ ചെല്ലുന്ന സിഗ്നൽ അതേപോലെ കിട്ടി പെട്ടെന്ന് പോയി പ്രോസസ്സ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പം ഇതിനെ ഓൾട്ടർ ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. പുതിയൊരു സാധനം ഇത് വീണ്ടും വീണ്ടും വരുമ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. അതിനെ ഈ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നൊക്കെ പറയുന്നത്. അതായത് കുറേ നേരം ബ്രെയിൻ പല രീതിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിൻ ഗിവ് അപ്പ് ചെയ്യും.